ഹായ്, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട് ഇന്ന് നമുക്ക് എങ്ങനെയാണ് ലൈഫിൽ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. നമ്മളെപ്പോഴും നെഗറ്റീവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണല്ലേ. ഒരു 90%. എന്ത് ചെയ്താലും എന്ത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ വിചാരിക്കും ഇത് ശരിയാവത്തൊന്നുമില്ല, ഇത് എങ്ങനെ ശരിയാവുന്നേ, ഇത് എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോയാൽ മതി, അങ്ങനെയൊക്കെ ചിന്തിക്കും അല്ലേ. എല്ലാവർക്കും നല്ല പോസിറ്റീവായിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട്, നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും ജീവിതത്തില്. നമ്മുടെ ഉള്ളില് നമ്മുടെ മൈൻഡിന്റെ പവർ നമുക്ക് അറിയാനിട്ടാണ്. സത്യം പറഞ്ഞാല് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എത്രത്തോളം പവർ ഉണ്ടെന്ന് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു നോക്കിയാൽ, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ട്രഷർ, ആ നിധി അവിടെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുന്നത്. എന്താ ചെയ്യേണ്ടത്, ഏത് ചെയ്യേണ്ടത് എന്നറിയാൻ വയ്യാതെ. നമുക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാല്, ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാല് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സക്സസിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് കഴിവുകളുള്ളതെന്ന്? അവർ കഴിവുള്ളത് കൊണ്ടാണ് അവർ റിച്ച് ആയതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന്, അവന് കഴിവില്ലാത്തത് കൊണ്ട് അവൻ പാവപ്പെട്ടവനായിപ്പോയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ അബ്സല്യൂട്ട്ലി റോങ് ആണ് കേട്ടോ അത്. നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരെയും ഒരുപോലെയാണ് ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടതല്ലേ. എല്ലാവരെയും പടച്ച തമ്പുരാൻ ഒരുപോലെയാണ് സൃഷ്ടിച്ചു വിട്ടത്. പക്ഷെ ചിലർ ജീവിതത്തിൽ ഭയങ്കര സക്സസ് ആവുന്നു നമുക്ക് ചുറ്റും കാണാൻ പറ്റും. ചിലർക്ക് ജീവിതത്തിൽ പാടെ പരാജയമാണ്. അവർ എന്തൊക്കെ ചെയ്തിട്ടും, അവർ തലകുത്തി നിന്നിട്ടും, മീൻസ് എന്തൊക്കെ സ്ട്രഗിൾ ചെയ്ത് അവര് കാശ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അവർക്കത് വർക്ക്ഔട്ട് ആവുന്നില്ല. എങ്ങനെയാണ് നമുക്ക് ലൈഫിൽ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എൻ്റെ പേര് ഷജീല ഹലീമ, ഞാനൊരു ലൈഫ് കോച്ചാണ്, അതുപോലെ തന്നെ മൈൻഡ് പവർ ട്രെയിനറാണ്. അപ്പൊ ഇന്ന് നമുക്ക് എങ്ങനെയാണ് പോസിറ്റീവായിട്ട് നമുക്ക് ഒരു ദിവസം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ ഒരു ദിവസം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻസി വേണം കേട്ടോ. കൺസിസ്റ്റൻസി ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. ഇന്നൊരു ദിവസം ചെയ്ത സിമ്പിൾ എക്സാമ്പിൾ, ഒരാളിങ്ങനെ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്ന് തൊട്ട് ഞാൻ വളരെ പെർഫെക്റ്റ് ആയിരിക്കും, ഇന്ന് തൊട്ട് ഞാൻ എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യും, ഇന്ന് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഞാൻ ഇന്ന് തുടങ്ങും, ഇന്ന് ഞാൻ എന്താണെങ്കിലും ഈ വർഷം മൊത്തം ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് 2024 പകുതി ആകുമ്പോൾ അവരിങ്ങനെ മനസ്സിൽ വെക്കും, നോക്കി 2025 ആകുമ്പോൾ ഞാൻ ഇത് തുടങ്ങട്ടെ എന്ന് വിചാരിക്കും. ചിലർ ഡയറ്റിങ്, ചിലർ പറയാറുണ്ട് ഞാൻ എന്താണെങ്കിലും നെക്സ്റ്റ് മന്ത് തൊട്ടിട്ട് ഞാൻ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യും, എനിക്ക് ബോഡി വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലര് ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ളവരാണെങ്കിൽ അങ്ങനെ ഓരോ തോട്ടും നമ്മളിങ്ങനെ മൈൻഡിൽ വെക്കും. പക്ഷേ എന്താ അവിടെ സംഭവിക്കുന്നേ? ഒരു ദിവസം ചെയ്യും, അല്ലെങ്കിൽ 2 ദിവസം ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിടും. അവിടെ എങ്ങനെയാ നമുക്ക് സക്സസ് ഉണ്ടാവുന്നത്? ലൈഫിൽ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങള് പോസിറ്റിവിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി, അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാവും. പിന്നെ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഏത് കാര്യവും നമ്മൾ കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്താലേ നമുക്ക് സക്സസ് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ഇന്ന് തുടങ്ങി, ഇന്നൊരു കാര്യം ചെയ്തു, പിന്നെ നാളെ ആകുമ്പോൾ മടിയായി, പിന്നെ അത് കഴിയുമ്പോൾ ഇന്നിപ്പോ വേണ്ട, ഇന്നിപ്പോ എത്ര സമയമായി, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഒരുപാട് ജോലിയൊക്കെ ഉള്ളതാണ്. ഒരു എക്സർസൈസ് തുടങ്ങാനായിട്ട് ഒരാൾ ഒരു ദിവസം ചെയ്തു, പിറ്റേന്ന് അവർ ചെയ്യുന്നില്ല, പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇന്നിപ്പോ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് സക്സസ് ഉണ്ടാക്കിയെടുക്കാനേ പറ്റത്തില്ല. നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒന്നിലും ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒന്നും വിജയിക്കില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ തന്നെ ഇതൊന്നും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ അവർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാ, ഇത് ചെയ്യണമെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരായിരിക്കണം, എന്നാലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ വിചാരിക്കുക നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് എന്താ പറ്റാത്തത്? നമുക്ക് ബുദ്ധിയുണ്ട്, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ നെഗറ്റീവ് തോട്ടിനെ പിടിച്ച് ഉള്ളിലിരുത്തി അതിനെ താലോലിച്ച് അതിനെ വളർത്തി വലുതാക്കി ആ നെഗറ്റീവ് തോട്ടിനുള്ളിൽ ഇങ്ങനെ കംഫർട്ടായിട്ട് നമ്മൾ അങ്ങ് ഇരിക്കുവാണ് അല്ലേ. ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. പ്രത്യേകിച്ചും ലേഡീസ്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ആളാവട്ടെ, ജോലിക്ക് പോകുന്ന ആളാവട്ടെ, ഫോക്കസ് മൾട്ടിപ്പിൾ ഇൻകം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ മൾട്ടിപ്പിൾ ഇൻകം തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോവുക. മൾട്ടിപ്പിൾ ഇൻകം ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ചുമ്മാ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചോണ്ട് ഡ്രീം കണ്ടോണ്ടിരുന്നാൽ മതിയോ?
അല്ല. നമ്മൾ ചിന്തിക്കുക നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതല്ലാതെ ചിലർ പറയും, ഓ ഞാൻ 12 മണിക്കൂർ ജോലി ചെയ്യുന്നു, ഞാൻ 5 ദിവസവും വീക്കിലി വർക്ക് ചെയ്യുന്ന ഞാൻ എങ്ങനെയാ ഇനി രണ്ടാമതൊരു ഇൻകം കണ്ടെത്തുന്നത്? പറ്റും. നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നില്ല. അതാ ഒന്നാമത്തെ കാര്യം. നമ്മുടെ ബ്രൂസ്ലി പറഞ്ഞിട്ടുണ്ട്, ഒരു 100 അടവ് പഠിച്ചവനെ എനിക്ക് പേടിയില്ല, പക്ഷെ ഒരടവ് 100 തവണ പഠിച്ചവനെ എനിക്ക് പേടിയാണെന്ന്. എന്താ അതിന്റെ കാര്യം? എന്താ? നമ്മളിങ്ങനെ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ഇറങ്ങി അതിലേക്ക് ചെന്നു, നമ്മൾ അതിനകത്ത് ഇനിഷ്യലി നമ്മൾ സക്സസ് ആയില്ല, ഉടനെ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഓ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, അവിടെ ഇങ്ങ് ഇട്ടിട്ട് പോകൂലേ, അവിടെ സക്സസ് ഉണ്ടാവോ? ഒരിക്കലും ഇല്ല. നമ്മൾ ഈ ഒരു കാര്യം തന്നെ പഠിച്ചു പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഹൈ ലെവലിൽ എത്തും. നമ്മുടെ മൈൻഡ് നല്ല ഫ്രീക്വൻസിയിലേക്ക് എത്തും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് 100% സക്സസ് വരും. മനസ്സിലായോ? എന്റെ 28 ഡേയ്സ് ചലഞ്ചസ് ഓരോ ദിവസവും ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ എത്ര പേര് വീഡിയോ കാണുന്നുണ്ടായിരുന്നു? എത്ര പേര് ആ വീഡിയോ കണ്ടിട്ട് ഗ്രാറ്റിറ്റ്യൂഡാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത്. വേറെ ഒരു ഹോംവർക്കും ഞാൻ തന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ട് 28 ഡേയ്സ് അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആരൊക്കെ ചെയ്തിട്ടുണ്ട്? ആരെങ്കിലും ചെയ്തോ? ചെയ്തവര് യെസ് എന്ന് കൊടുത്തേ കമന്റ് ബോക്സിൽ. അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ഒരു തോൽവി വരുമ്പോഴത്തേനും ഇതോടെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പിന്മാറുന്ന ആളാണോ? അങ്ങനെ ആണെങ്കിൽ യെസ് എന്ന് കൊടുത്തേ ചാറ്റ് ബോക്സിൽ. നോക്കട്ടെ ആരൊക്കെയാ ഉള്ളത് നോക്കട്ടെ. നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒന്ന് പരാജയപ്പെട്ടു പോയില്ല, നമ്മൾ അവിടെ തളർന്നു കിടക്കുവാണ്, അതങ്ങ് ഉപേക്ഷിച്ചു ആ ശ്രമം. അങ്ങനെയല്ല, അത് പാടില്ല കേട്ടോ. നമ്മൾ ശരിക്കും ഒരു കാര്യത്തിൽ നമുക്കൊരു ഫെയിലിയർ വന്നാല് നമ്മൾ മനസ്സിലാക്കണം, അതിനകത്തൊരു വലിയ ലെസൺ ഉണ്ട് പഠിക്കാനായിട്ട്. നമുക്ക് ആ ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ചശക്തി നമുക്ക് ആ ഒരു ഫെയിലിയർ നമുക്ക് തന്നത്. അപ്പൊ നമ്മൾ എന്ത് വേണം? ആ ലെസൺ ഉൾക്കൊണ്ടുകൊണ്ട് അതിനേക്കാളും വളരെ മേലേക്ക്, അതിനേക്കാളും അപ്പുറത്തേക്ക് നമ്മൾ വളരണം. നമുക്കുള്ള കഴിവുകളെ നമ്മൾ പുറത്തെടുക്കണം. നമ്മൾ എന്തിനാ ഈ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നേ? നമ്മുടെ ഉള്ളില് സംഭവം കിടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നേ? നമുക്ക് നല്ല പോസിറ്റീവായിട്ട്, നല്ല ഹാപ്പി ആയിട്ട് ഓരോ ദിവസവും നമുക്ക് കിട്ടിയ ഓരോ മൊമെന്റും അതൊരു നമുക്ക് കിട്ടിയ ഒരു പുണ്യമാണ് അല്ലെ? ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മള് കുറേ കാശ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ലൈഫ് എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുവോ? ഇന്ന് രാത്രി നമ്മൾ കിടന്നു, നാളെ രാവിലെ നമ്മൾ ഉണരുമോ എന്ന് നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ലല്ലോ. ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക. ഈ നിമിഷത്തിൽ ചിന്തയെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. നമ്മൾ ചിന്തിക്കുന്നതാണ് നാളെ നമ്മുടെ റിയാലിറ്റി ആയിട്ട് വരുന്നത്. നമ്മൾ എന്താണോ നമ്മുടെ മൈൻഡിൽ ചിന്തിച്ചു കൂട്ടുന്നത്, അതാണ് നമ്മൾ കണ്ടിന്യൂസ് ഒരു ചിന്ത, ഒരു തോട്ട് മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ അതാണ് നമുക്ക് അവിടെ നാളെ റിയാലിറ്റി ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? ചിന്തകളെ സൂക്ഷിക്കുക. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണോ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയുടെ കാര്യം പറഞ്ഞു. ഇതിനകത്ത് എത്ര പേരുണ്ട്? എക്സർസൈസ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ നമ്മുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കണ്ടേ? നമ്മുടെ ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ നാളെ നമുക്ക് നന്നായിട്ട് പണിയെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ. നല്ല ബോഡിയിൽ നിന്നല്ലേ ഒരു നല്ല മൈൻഡ് വരുള്ളൂ, അല്ലെങ്കിൽ നല്ല മൈൻഡിൽ നിന്നല്ലേ നല്ലൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ എത്ര പേരുണ്ട് സ്ഥിരമായിട്ട് എക്സർസൈസ് ചെയ്യുന്ന, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന എത്ര പേരുണ്ട്? ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എക്സർസൈസ് കണ്ടിന്യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് യെസ് കൊടുത്തേ. ആർക്കും കൊടുക്കാൻ പറ്റില്ലായിരിക്കും. കൺസിസ്റ്റൻസിയോട് കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് യെസ് കൊടുത്തേ. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ലെവൽ ഓഫ് സക്സസ്, നമ്മുടെ സക്സസ് റേറ്റിനെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ചിന്തകളാണ്. നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ചിന്തിക്കുമോ അത്രത്തോളം സക്സസ് നമ്മളിലേക്ക് വരും. മനസ്സിലായോ എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ ലെവൽ ഓഫ് സക്സസ്, നമ്മൾ ഏത് ലെവൽ വരെ, നമ്മൾ ഹൈ ലെവലിലേക്ക് പോകണം, ഏത് ലെവൽ വരെയാണ് നമുക്ക് എത്തിപ്പെടേണ്ടത് എന്ന് നമ്മുടെ സക്സസ് തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. നമ്മൾ എന്താണോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, നിരന്തരം അത് കൊടുക്കുമ്പോഴാണ് അത് ശരിക്കും അവിടെ ഒരു മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്, റിയാലിറ്റി ആയി മാറുന്നത്. അപ്പൊ നമുക്ക് എത്ര സക്സസിലേക്ക് എത്തണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമുക്ക് ഓക്കെ ഇതൊക്കെ മതി, ആവറേജ് ഇതൊക്കെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. നമുക്ക് ഹൈറ്റിലേക്ക് പോകണം, നമുക്ക് വലിയ വലിയ ഹൈറ്റുകളിലേക്ക് നമ്മൾ പോകണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ ഹൈറ്റിലേക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റും.
ഞാൻ എന്തിനാ ഡെയിലി വന്നിട്ട് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്? ശരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്തിനാ ഡെയിലി വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാ? എല്ലാവരും നല്ല രീതിയിൽ, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട്, നല്ല ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ട്, നല്ല എന്താ പറയാനാ, ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ? നമുക്ക് ജീവിതത്തിൽ സമാധാനം ഇല്ല, ഹാപ്പിനെസ് ഇല്ല, പിന്നെ നമ്മൾ ജീവിച്ചിട്ട് എന്തർത്ഥാണുള്ളത്? അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ, എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എല്ലായ്പ്പോഴും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളും ഞാൻ 28 ഡേയ്സ് ചലഞ്ച് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ ചെയ്യണേ എന്ന് പറയാറുണ്ട് അല്ലെ? ഓരോ ദിവസവും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട് ചെയ്യണേ എന്നുള്ള കാര്യത്തിന് അല്ലെ? ഇത് എല്ലാവരുടെയും സക്സസ് ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് മുതൽക്ക് തന്നെ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക. ജീവിതത്തിൽ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക. നമുക്ക് എങ്ങനെയാണ് എന്താ പറയാ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ 28 ഡേയ്സ് ചലഞ്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട്. ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ എഴുന്നേറ്റ് നല്ലൊരു പോസിറ്റീവ് തോട്ട് മൈൻഡിൽ കൊണ്ടുവരിക. നമുക്ക് എന്തൊക്കെയാണ് അന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഒരു സ്ഥലത്ത് നമ്മൾ പിന്നോട്ട് പോകണ്ട. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ആത്മവിശ്വാസം നമുക്ക് എങ്ങനെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാം എന്നുള്ളതിനെ കുറിച്ച്. ആത്മവിശ്വാസത്തോടെയും പോസിറ്റീവ് ചിന്തകളോടെ കൂടിയും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ലൈഫിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അത് 100% ഗ്യാരണ്ടിയാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നമുക്ക് ആദ്യം എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ വലിയ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? രാവിലെ തന്നെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക. എപ്പോഴും പോസിറ്റീവ് എനർജി തന്നെ നമ്മൾ കണ്ടെത്തുക. മൈൻഡിന് ഒരിക്കലും നമ്മൾ അടിമപ്പെട്ടു പോകരുത്. നമ്മുടെ മനസ്സിന് അടിമപ്പെട്ട് അവിടെ കിടക്കരുത്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ ബ്രെയിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ആ ചിന്തകൾ കൊണ്ട് ബ്രെയിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ ചിന്തകളെ നിരന്തരം നമ്മളൊരു എയിം ഉണ്ടാക്കുക. നമുക്കൊരു ഗോൾ വേണം, നമുക്കൊരു ലക്ഷ്യം വേണം. നമുക്ക് ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പം ഈ ലക്ഷ്യം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക. ആ ഗോളിലേക്ക് എത്താനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് ഒന്നാമതായിട്ട് വേണം. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻസിയോട് കൂടി ചെയ്യുക. ഓരോ കാര്യത്തിനും കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ എൻ്റെ ക്ലാസ്സസ് വരുന്നുണ്ട്. ക്ലാസ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, ഹോപ്പ്ഫുള്ളി സെപ്റ്റംബറിൽ. അപ്പം നിങ്ങൾ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നമ്മൾ മെഡിറ്റേഷനും അതുപോലെ ഓരോ ഗോളുകളും നമുക്ക് സെറ്റ് ചെയ്തിട്ട് ആ ഗോൾ എങ്ങനെയാ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ കുട്ടികൾക്കായിട്ട്. തീർച്ചയായിട്ടും അപ്പം എല്ലാവരും മാക്സിമം പേര് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഷജീസ് വ്ലോഗ്സിൽ നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ വരുന്നുണ്ട് ആത്മവിശ്വാസത്തെ കുറിച്ച് പറയാനായിട്ട്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ലൈഫിൽ വിജയിക്കുക തന്നെ ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രപഞ്ചശക്തിയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു, ബൈ.